ഇനിയിപ്പോ ജിന്ന് മനുഷ്യനിൽ നിന്ന് എങ്ങനെ എന്താ എടുക്കുക? ഇത് ക്ലിയർ ആണ്, ഇത് വ്യക്തമാണ്. തഅദീമുഹു ഈ ജിന്നിനെ മനുഷ്യൻ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഇത് ജിന്നിന് കിട്ടുന്ന ഒരു സുഖമാണ്. കാരണം നമുക്കറിയാം, ജിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മുകളിലാണോ താഴെയാണോ? മനുഷ്യന്റെ താഴെയാണ്. മുകളിലിരിക്കുന്ന മനുഷ്യൻ താന്നിരിക്കുന്ന ജിന്നിനോട് മഹത്വപ്പെടുത്തുമ്പോൾ അത് ജിന്നിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നോക്കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ഫസാദുഹും റഹഖ എന്നുള്ളതിൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? അത് സുദ്ന അൽ ജിന്ന വൽ ഇൻസ് എന്ന് ജിന്ന് പറയാറുണ്ടായിരുന്നു. ജിന്നിന് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, ജിന്നിനെയും മനുഷ്യരെയും നമ്മൾ മുകളിലായി എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ശൈഖുന അബൂ മഷ്കൂർ പറയുന്ന ഒരു കായികമായിരുന്നു, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജിന്നിനെ മഹത്വപ്പെടുത്താൻ പാടില്ല. അതായത് നമുക്ക് ജിന്നിന്റെ അടുത്ത് ശല്യം ഉണ്ടായാലും ശരി, നമ്മുടെ കൂട്ടുകാർക്ക് എന്ത് ശല്യം ഉണ്ടെങ്കിലും ജിന്നിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മഹത്വപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നിപ്പോ നമ്മൾ കാണുന്ന രീതിയിലുള്ള റുഖ്യ സെന്ററുകളും അവിടെയും ഇവിടെയും മർക്കസുകളും, അതായത് റുഖ്യ മർക്കസുകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ താദീം സംഭവിച്ചോണ്ടാണ്. ഇത് നമ്മളിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇത് സംഭവിക്കുമ്പോഴാണ് ജിന്നുകൾക്ക് എന്ത് സംഭവിക്കുന്നത്? അവർക്ക് കൂടുതൽ പവർ കിട്ടുന്നത്. കാരണം അവർ മനസ്സിലാക്കുകയാണ് എന്ത്? ഞാനാണ്. ശൈഖ് അബൂ മഷ്കൂർ പറഞ്ഞ കാര്യത്തിൽ പെട്ടായിരുന്നു, ചില റാഖിമാര് ആളെടുത്ത് റുഖ്യ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആള് ഒന്ന് ഓതിയിട്ട് പറയും, ഇത് മറ്റേ ചുവന്ന ജിന്നാണ്, ഇത് മറ്റേ കറുത്ത ജിന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ജിന്ന് മാഷാ അല്ലാഹ്, ഈ മനുഷ്യനോ പേടിച്ചിട്ട് അങ്ങ് എത്തിയിട്ടുണ്ടാവും. കാരണം അവൻ വിചാരിക്കുന്നത് അവനെ ബാധിച്ചിട്ടുള്ളത് വലിയ എന്തോ പ്രശ്നമാണ്, ഇത് ലോകത്തുള്ള ഏറ്റവും വലിയ റാഖിക്കല്ലാതെ മാറ്റാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, ശൈത്താന്റെ കൈത് കുതന്ത്രം ബലഹീനമാണ്. ഈ റാഖി എന്താ ചെയ്യുന്നത്? നേരെ തിരിച്ചാണ്. അവന്റെ മനസ്സിൽ ഈ ശൈത്താനെ കുറിച്ചുള്ള, ഈ ജിന്നിനെ കുറിച്ചിട്ടുള്ള താദീം ഇട്ട് കൊടുക്കുക. അവന് പിന്നെ എപ്പോഴും പേടിയായിരിക്കും. ഇനിയിപ്പോ അവന്റെ മസ് മാറി എന്ന് വിചാരിച്ചോ, എന്നാലും ഭാവിയിൽ അവന് പേടിയായിരിക്കും. കാരണം വലിയ ജിന്ന വന്നിട്ടുള്ളത് ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഈ ആളുകൾക്ക് എന്ത് ചെയ്യണം? അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ദിക്ർ ഇട്ട് കൊടുക്കണം, തവക്കുൽ ഇട്ട് കൊടുക്കണം, ഖുർആൻ ഓതാൻ പറയണം. സഹൽ അവന് പറഞ്ഞു കൊടുക്കുക, ജിന്ന് ഇത്ര നിസ്സാരമാണ്. ശൈഖുന യഹ്യയോട് ചോദിക്കപ്പെട്ടപ്പോൾ കുറച്ചു മുന്നേ ഇതേപോലത്തെ ഒരു വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ ശൈഖ് അദ്ദേഹം പറഞ്ഞത്, ഖുർആൻ പാരായണം ചെയ്യുക, ദുആ ചെയ്യുക. ഷേഖ് പറഞ്ഞു, നീ ഇന്ന റാഖിയുടെ അടുത്ത് പോകില്ല, അല്ലാം പ്രസാൽ, നീ ഖുർആൻ പാരായണം ചെയ്യുക, ദുആ ചെയ്യുക. നീ മനസ്സിലാക്കുക, ശൈത്താൻ നിന്റെ ശത്രുവാണ്. ശത്രു ഓരോ അവസരം കാത്തിരിക്കുന്നവനാണ്. അപ്പൊ നീ ഒരു ശത്രുവിനെ കാണുന്നത് പോലെ, നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അവൻ നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാം? എന്തെങ്കിലും ഒരു കുറവ് നിന്റെ അടുത്ത് പറ്റിയാൽ അവൻ നിന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ശത്രുവിനെ നീ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആയി. അതായത് ഒരു ഗ്യാപ്പ് നീ അവന് കൊടുക്കാതിരിക്കുക, ദിക്റിൽ മുഴുകിക്കളയുക. അള്ളാഹിന്റെ ദിക്റിലും ഖുർആൻ പാരായണത്തിലും അവന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ പണ്ഡിതന്മാര് ചെയ്യുന്നതും ഇങ്ങനെയാണ് നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. ഇതിലൂടെ നമ്മൾ എത്താനുള്ള കാരണം, ജിന്നിന് മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖാനുഭൂതിയാണ് എന്ത്? മനുഷ്യൻ ജിന്നിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. വസ്തിആദതു ബിഹി, അതേപോലെ തന്നെ മനുഷ്യൻ ജിന്നിന്റെ അടുത്ത് ഇസ്തിആദ നടത്തുക എന്നുള്ളത്. വസ്തിഗാസതു, ഈ ജിന്നിന്റെ അടുത്ത് ഇസ്തിഗാസ നടത്തുക എന്നുള്ളത്. ഇസ്തിഗാസ എന്താണെന്ന് നമുക്ക് വരും. ഒരു ബുദ്ധിമുട്ടിൽ വന്ന് വീണ് കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷ തേടുക. വഖുദൂഉഹു ലഹ്, കണ്ടോ? ആ മനുഷ്യൻ ജിന്നിന്റെ മുന്നിൽ നിന്ദ്യതയോടുകൂടി കീഴടങ്ങി കൊടുക്കും. ഇതൊക്കെ ജിന്നിന് മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന സുഖാനുഭൂതിയാണ്.